വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. പല ആളുകളും യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് പണം വാങ്ങുന്നവരും പണം കിട്ടുന്നവരുമാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം പണം കിട്ടാത്തവരാണ്. എങ്ങനെയാണ് കിട്ടുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസം അനുഭവിക്കുന്നവരാണ്. അങ്ങോട്ട് എത്തുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. വലിയ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉണ്ടായിട്ട് യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പണം കിട്ടുന്നില്ല, എത്തുന്നില്ല എന്ന് വലിയ വിഷയം തന്നെയാണല്ലോ. ഇതിനെ അധ്വാനിച്ചിട്ട് നമ്മൾ പണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് അതിന് ഷോർട്ട് വേ, അതിനെല്ലാത്തിനും ഒരു കുറുക്ക് വേ ഉണ്ടാവുമല്ലോ. വയനാട് ചുരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കറങ്ങി തിരിഞ്ഞ് നടന്നു പോവുകയാണെങ്കിൽ അതിന് എളുപ്പത്തിൽ എത്താനുള്ള വഴികളുണ്ട്. അതുപോലെ എല്ലാത്തിനും ഒരു ഷോർട്ട് വേ ഉണ്ട്, ഒരു കുറുക്ക് വഴി. ആ കുറുക്ക് വഴിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത്. എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, യൂട്യൂബിൽ മാസം എത്ര വരുമാനം കിട്ടുന്നുണ്ട്, അല്ലെ കിട്ടാറുണ്ടെന്നൊക്കെ. എനിക്ക് മാസാന്തം വരുമാനം കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് എത്ര ആൾ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യണം, പറയേണ്ട കാര്യം തന്നെ അറിയണം. മാത്രമല്ല, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഒരാൾക്കൊരു ഗുണം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കണം. നമുക്ക് നഷ്ടപ്പെടുന്നില്ലല്ലോ, മറ്റുള്ളവർ കിട്ടുകയല്ലേ ചെയ്യുന്നത്, നമ്മളവരെ സഹായിക്കല്ലേ വേണ്ടത്. മാത്രമല്ല, കിട്ടിയ ആൾക്കാർ, അതായത് യൂട്യൂബ് കിട്ടുന്ന സമയത്ത് എനിക്ക് യൂട്യൂബിന്റെ ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എൻ്റെ സുഹൃത്താണ് തുടങ്ങി തന്നത്. 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് 1000 സബ്സ്ക്രൈബ് ആയത്. പിന്നാണ് അതങ്ങോട്ട് ഇടിച്ചു കയറിയത്. പിന്നെ ഒരു യൂട്യൂബ് തുടങ്ങിയ സമയത്ത് 1 മാസം കൊണ്ട് 1000-ലധികം സബ്സ്ക്രൈബായി. അപ്പോൾ അങ്ങനെ അതൊന്നും ഇതും തമ്മിൽ വലിയ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എല്ലാവർക്കും കിട്ടണ്ടേ, എല്ലാവരും അത് അനുഭവിക്കണ്ടേ, അങ്ങനെയല്ലേ അതിൻ്റെ ഒരു ശരി. അതാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഭയങ്കരമായ രീതിയിൽ സ്വാധീനം ചെലുത്തിയ സംവിധാനമാണ്. അതിലൂടെ ലോകത്തോട് സംസാരിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ മുമ്പൊക്കെ ഒരു 10-25 കൊല്ലം മുമ്പ് എടുത്തു നോക്കിയാൽ നമ്മുടെ അഭിപ്രായം പറയണമെങ്കിൽ എന്ത് ചെയ്യണം? അഭിപ്രായം പറയാൻ വേദിയില്ല. ഒന്നൊക്കെ രാഷ്ട്രീയ വേദിയിൽ വെച്ച് സംസാരിക്കണം, അത് രാഷ്ട്രീയം പറയാൻ പറ്റൂ. മതവേദിയിൽ വെച്ചാണ് അതേ പറയാൻ പറ്റൂ. അല്ലെ പിന്നെ പത്രത്തിന് കത്തുകളൊക്കെ എഴുതി കൊടുക്കണം, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പ്രസിദ്ധീകരിക്കൂ. ഞാൻ തന്നെ ഒരുപാട് ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, പത്രത്തിൽ ഒരുപാട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അയച്ചാലൊന്നും ശ്രദ്ധിക്കൂല. പിന്നീട് കുറെ അയച്ചതിന് ശേഷം ഞാൻ ഒരിക്കലും എഡിറ്ററെ പോയിട്ട് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു ലേഖനം ഉണ്ട്, ഇതൊന്ന് പ്രസിദ്ധീകരിക്കുക, വലിയ ആഗ്രഹമാണ് എന്നൊക്കെ. അവരങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, പിന്നെ കുറെ കാര്യങ്ങളൊക്കെ അത് ഇങ്ങോട്ട് തിരുത്തണം, ഇത് അങ്ങോട്ട് വെക്കണം, ഈ വാക്ക് ഇങ്ങനെയല്ല അങ്ങനെ അതൊക്കെ പറഞ്ഞു. നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ അതൊക്കെ തിരുത്തൽ ചെയ്ത് വീണ്ടും കൊടുത്ത സമയത്ത് അപ്പോഴും പറഞ്ഞു അങ്ങനെ ആയിട്ടില്ല, കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് വേണം എന്ന് പറഞ്ഞു. വീണ്ടും സ്റ്റാൻഡേർഡ് ആക്കി കൊടുത്തു. അങ്ങനെ ഒരിക്കൽ ഒരു ലേഖനം പത്രത്തിൻ്റെ 2ാമത്തെ പേജിൽ ഏകദേശം 3/4 ഭാഗം പ്രസിദ്ധീകരിച്ചു. വലിയ സന്തോഷം തന്നെയായിരുന്നു. പിന്നെ തുടർച്ചയായ രീതി എൻ്റെ ലേഖനമൊക്കെ ഇങ്ങ് വരാൻ തുടങ്ങി. പിന്നെ നമ്മൾ അയച്ചു കൊടുത്താൽ മതി. കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടൻസ് മനസ്സിലായി, റൂട്ട് മനസ്സിലായി, വഴികൾ മനസ്സിലായി, രീതി മനസ്സിലായി. അയാളും തമ്മിൽ നല്ല ബന്ധമായി, എഡിറ്ററും തമ്മിൽ വലിയ ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ എന്നോട് വലിയ താല്പര്യം, എനിക്ക് ആളോട് താല്പര്യം, കാരണം എന്നെ വല്ലാതെ സഹായിച്ചല്ലോ. അങ്ങനെ ആ മേഖലയിലൂടെ ഒരുപാട് ലേഖനങ്ങൾ പല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മലയാള പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ, യൂട്യൂബ്, ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. അതിൽ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും, ട്വിറ്ററിലില്ല, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു പരിധി വരെ ചെറിയ പണം കിട്ടുന്നുണ്ട്. അതിന് വലിയ അധ്വാനവും കാര്യങ്ങളുണ്ട്. എനിക്കറിയില്ല, ഞാൻ ശ്രമിക്കാറില്ല. ട്വിറ്ററിൽ പണം കിട്ടുന്ന പറയുന്നത് കേട്ടിട്ടുണ്ട്, അതെനിക്കറിയില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഇതുപോലെ കുറെ ഷെയർ ആൻഡ് ചാറ്റ്, മോജി എന്ന് വാട്സപ്പ്, ഇതൊക്കെ ഉണ്ട്. ഒന്നും പണം കിട്ടാത്തൊരു ഏരിയ ആയിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. വളരെ എളുപ്പത്തിൽ പണം കിട്ടുന്ന യൂട്യൂബ് തന്നെ ഉള്ളൂ. യൂട്യൂബിന് കുറെ കണ്ടീഷനും പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ ഫോളോ ചെയ്താൽ കൃത്യമാണ്. അത് ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞാൽ പണം കിട്ടുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിന് 1000 സബ്സ്ക്രൈബ്, 4000 വാച്ച് അവർ, ഇതാണ് വേണ്ടത്. 1000 സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിനെ, 4000 വാച്ച് അവർ വേണം. ആദ്യം 500 ആണ്, 500 ആയിട്ട് പിന്നെ 500 തികയുന്ന സമയത്ത് തൊട്ടടുത്ത് 500 കൂടെ ഒരു പറയും, 4000 ആണ് ഉണ്ടാവുക. നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്താൽ 500 സബ്സ്ക്രൈബ് മതി എന്ന് പറയും. പക്ഷെ 500 പോരാ. 500 കഴിഞ്ഞാൽ പിന്നെ അതിന് താഴോട്ട് ഒരു ലൈനും കൂടി താഴോട്ട് ഇറങ്ങിയിട്ട് 500+ എന്ന് പറഞ്ഞിട്ട് 1000 കാണിക്കും. 1000 ആവണം. ആദ്യം 3000 മണിക്കൂർ കാണിക്കും. 3000 മണിക്കൂർ ഏകദേശം ഫില്ലായി കഴിഞ്ഞാൽ വലിഞ്ഞ് നീട്ടി കഴിഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കളിച്ച് 3000 ആയി കഴിഞ്ഞാൽ തൊട്ട് താഴെ പിന്നെ പറയാം അത് 4000 ആവണം. അപ്പോൾ 4000 മണിക്കൂർ വാച്ച് അവറും 1000 സബ്സ്ക്രൈബും യഥാർത്ഥത്തിൽ വേണം. പിന്നെ അതിൻ്റെ ഷോർട്സ് പറയുന്നുണ്ട് 2 മില്യൺ 3 മില്യൺ ഒക്കെ. അതില്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഇങ്ങനെ അത് എത്താൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ വഴി കാണേണ്ടത്. അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത് വേണ്ടി ഒരു സ്റ്റുഡിയോ ഉണ്ടാക്കുക, വലിയ സംവിധാനത്തോടു കൂടി അതിൻ്റെ നല്ല വില കൂടിയ ഒരു ക്യാമറ സംഘടിപ്പിക്കുക, പിന്നെ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരാളെ സംവിധാനിക്കുക,
പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊന്നും ഇതിനാവശ്യമല്ല. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ആയിരക്കണക്കിന് വീഡിയോ സോഷ്യൽ മീഡിയയിലുണ്ട്, ആയിരക്കണക്കിന്. അത് ഒരു ആവേശത്തിന് പറയുന്നില്ല, അത്ര തന്നെ ഉണ്ട്. അത് ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും പിന്നെ ഈ ഷെയർ ആൻഡ് ചാറ്റ്, മോജ്, ഇതിലൊക്കെ ഞാൻ വീഡിയോ ഇടാറുണ്ട്. ഇതുവരെ ഞാനൊരു ക്യാമറ സംഘടിപ്പിച്ചിട്ടില്ല, ഞാൻ സ്റ്റുഡിയോ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു റൂമാണ്. ആ റൂമിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഈ ജനലും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഞാൻ ഉപയോഗിച്ചത് മുഴുവനും ക്യാമറയാണ്. അതും കൂടി വന്നാൽ എൻ്റെ ക്യാമറയുടെ വില 8000 രൂപയാണ്. അത് ഞാൻ സെക്കൻഡ് ഡേ വാങ്ങാറുള്ളൂ. ഇപ്പോൾ സംസാരിക്കുന്നത് ഈ ഓപ്പോ ഫോണാണ്. ഓപ്പോ എന്ന് വെച്ചാൽ ക്യാമറ നല്ല ക്ലാരിറ്റിയാണ്. അത് സെക്കൻഡാണ് വാങ്ങുന്നത്. നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ സെക്കൻഡ് ഡേ വാങ്ങും. ഫസ്റ്റ് ഒന്നും വാങ്ങി വെറുതെ കാശിട്ടേണ്ട കാര്യമില്ല. നമ്മുടെ ഇതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ക്യാമറയിൽ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു പാശ്ചാത്തലം പറഞ്ഞു പോവാണ്. നമ്മളൊരു പകൽ സമയത്താണ് എടുക്കാൻ ഏറ്റവും നല്ലത്. ഞാൻ രാത്രി 12 മണിക്കൊക്കെ ഒരുപാട് വീഡിയോ ഇടാറുണ്ട്. എനിക്ക് ആ സമയം ആ നേരത്തൊക്കെ എടുക്കാൻ പറ്റുന്ന സമയത്ത് ആ നേരത്തെ ഇടും. പക്ഷേ എൻ്റെ അത് കാണാൻ ആളുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ അറിയപ്പെട്ടു, ശ്രദ്ധിക്കപ്പെട്ടു, നമ്മുടെ മുഖം ഫേസ്ബുക്കിന് ഈ യൂട്യൂബിന് അറിയാവുന്നത് കൊണ്ട് ആൾ കാണും. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ ആർക്കും ചെയ്യട്ടോ. അപ്പോൾ പകല് ആണ് നല്ലത്. അടിച്ചിട്ട റൂമിൻ്റെ അകത്ത്, അതായത് ഇങ്ങോട്ട് വെളിച്ചൊന്നും ഇങ്ങോട്ട് ശബ്ദമൊന്നും കേൾക്കാത്ത രീതി. അത് ഞാൻ മൊബൈൽ റെക്കോർഡിൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു റൂം എടുത്തിട്ട് നമ്മുടെ മുഖത്തേക്ക് സൂര്യപ്രകാശം കിട്ടുന്ന തരത്തിൽ, അതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 10 മണി കഴിഞ്ഞ് ഒരു 2 മണിയുടെ ഇടയിൽ, രാവിലെ 10 മണിയുടെയും 2 മണിയുടെ ഇടയിലാണ് കൂടുതൽ സൂര്യപ്രകാശം ഉണ്ടാകുന്ന സമയം. ആ സൂര്യപ്രകാശം നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ക്യാമറ വെച്ചാൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അത് ഏത് ക്യാമറ ഉണ്ടാവും കേട്ടോ. ശബ്ദമൊക്കെ ക്ലിയറുള്ള ക്യാമറ ഏതാണെങ്കിലും, അത് ഇന്ന ഓപ്പോ ആണോന്നും കണക്കൊന്നുമില്ല. നമ്മൾ ആ മൊബൈൽ എടുത്തിട്ട് റൂമിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റുഭാഗം ഒന്ന് കറങ്ങി നോക്കുക, മെല്ലെ. അപ്പോൾ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഏരിയ ഉണ്ടാവും. അത് ഏരിയയിൽ ഒരു സ്റ്റാൻഡിൽ, മൊബൈലിൽ നല്ല സ്റ്റാൻഡിൽ ഇളകാത്ത രീതിയിൽ വെച്ചിട്ട് പിടിക്കുക. അത്രേ ഇതിൽ പ്രധാനമായിരിക്കുന്ന കാര്യമുള്ളൂ. ഇനി നമ്മൾ കണ്ടൻസിലേക്ക് പോകുന്ന സമയത്ത് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ തംബ്നെയിലിൽ കൊടുക്കുന്നത്, തംബ്നെയിലെ ചിത്രങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലെ ക്യാപ്ഷൻ, എഴുതുന്ന കാര്യങ്ങൾ രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ടൻസ്, ഇതിൻ്റെ അകത്തുള്ള കണ്ടൻസുകൾ ഇനി കുറഞ്ഞാലും, മൂല്യം കുറഞ്ഞാലും, അതിനൊരു ക്ലാരിറ്റി കുറഞ്ഞാലും ഈ തംബ്നെയിലും ക്യാപ്ഷനും നോക്കിയിട്ട് ആളുകൾ കയറും. ഞാൻ അങ്ങനെയാണ് പിടിച്ചു നിന്നത്. കയറാൻ വേണ്ടി സാധിക്കുന്ന സമയത്ത് നല്ല കണ്ടൻസ് ഉള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് 8, 10, 15 മിനിറ്റ് റെഡിയാക്കി കൊടുത്ത് നല്ല ക്ലാരിറ്റിയിൽ എഡിറ്റ് ചെയ്തൊക്കെ കിട്ടുന്നത് ആരും കാണില്ല. വളരെ ആദ്യത്തെ ഘട്ടത്തിൽ സംഭവം പറയുന്നത് ആരും അങ്ങനെ ശ്രദ്ധിക്കാതെ പോയി. പിന്നെ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത്, വൈറൽ കാണുന്ന സമയത്ത് നല്ല ക്യാപ്ഷനും നല്ല തംബ്നെയിലും കൊടുക്കുന്നത് കണ്ടൻസ് മോശമാണെങ്കിൽ പോലും ഇടിച്ച് കയറുകയും ചെയ്യും. വല്ലാത്ത രീതിയിൽ ഇടിച്ച് കയറും. 10 ലക്ഷമൊക്കെ ഒരു ഫേസ്ബുക്കിൽ 10 ലക്ഷത്തിലധികം ആളുകൾ കണ്ട വീഡിയോ എൻ്റെതുണ്ട്. 3.5-4 മിനിറ്റേ ഉള്ളൂ. അതാണെങ്കിൽ ഒരു റൂമിൻ്റെ അകത്തുനിന്ന് അള്ളിപ്പടിച്ച് വല്ലാത്ത രീതിയിൽ എടുത്ത 3.5 മിനിറ്റ് വീഡിയോ ആണ്. എന്നിട്ട് അതിൻ്റെ പുറത്ത് വേറെന്തോ ഒരു ചുമരിൻ്റെ ഒരു അടയാളം കണ്ട സമയത്ത് ഞാൻ വേറെ കഷ്ണം എടുത്ത് അതിൻ്റെ ലൈമിൽ ഒട്ടിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടണോ വേണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടതാണ്. അതങ്ങനെ അടിച്ച് കയറിപ്പോയി. 10 ലക്ഷം എന്ന് വെച്ചാൽ കണ്ടവർ മുഴുവൻ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് എണ്ണം കിട്ടാത്ത രീതിയിലായി പോയിട്ടുണ്ട്. അത് പ്രവാസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു. അപ്പോൾ അങ്ങനെ കയറിപ്പോകും. അത്ര ഇതിലുള്ളൂ. അപ്പോൾ തംബ്നെയിലും ക്യാപ്ഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയിപ്പോൾ ഇതിൽ തംബ്നെയിൽ ഇടാനും ക്യാപ്ഷൻ ഇടാനും നമ്മൾ ഒരു വിഷയമൊക്കെ ഉണ്ട്. പക്ഷേ അതിന് ഒരു എഡിങ് ഇടാൻ വേണ്ടി, ക്യാപ്ഷൻ ഇടാൻ വേണ്ടി കഴിയുന്നില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തായ കാര്യത്തിലൊക്കെ ക്ലിയർ ആക്കി തരും. അപ്പോൾ ഞാൻ ഈ മൊബൈൽ നമ്പറൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ തംബ്നെയിൽ ഇടേണ്ടത്, ക്യാപ്ഷൻ ഇടേണ്ടത്, അവനൊരു ചായ പൈസ കൊടുത്താൽ മതി. അവന് ഇതിന് വേണ്ടിയിരിക്കുന്ന ആളാണ്, അവന് റൂട്ട് ക്ലിയർ ആക്കി തരും. പിന്നെ അതേപോലെ തന്നെ ഈ നമ്മളിപ്പോൾ യൂട്യൂബ് തുടങ്ങണമെങ്കിൽ പിന്നെ ഇത് വേണം, ഇമെയിൽ വേണം. അപ്പോൾ ഇമെയിൽ എന്താ, ഒരു ഇമെയിൽ ഒരു യൂട്യൂബാണ്. 4-5 ഇമെയിൽ ഉണ്ടെങ്കിൽ 4-5 യൂട്യൂബ് തുടങ്ങാൻ പറ്റും. അങ്ങനെ 4-5 യൂട്യൂബ് തുടങ്ങിയിട്ടത് നല്ലതാണ്. അതെന്തിന്, നമുക്ക് ഈ 1000 സബ്സ്ക്രൈബിന് 4000 വാച്ച് അവർ കിട്ടാൻ വേണ്ടിയിട്ട് വലിയ ഉപകാരം ഉണ്ടാവും. അതിനെന്താ ചെയ്യേണ്ടത്, നമ്മൾ 2-3 യൂട്യൂബൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, വൈഫൈ പറ്റുവാണെങ്കിൽ വീട്ടിൽ വൈഫൈ നല്ലതാണ്. നേരെ വിളിക്കുന്നവരാ തുറന്നിട്ട് 1-2 മൊബൈൽ വീട്ടിലൊക്കെ, ഏതെങ്കിലും മൊബൈൽ, ഒരു വീട്ടിലൊക്കെ 4-5-8 മൊബൈൽ ചുമ്മാ കിടക്കുന്നുണ്ടാവും. അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വൈഫൈൻ്റെ കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ വാച്ച് അവർ 4000 മണിക്കൂർ വളരെ വേഗം ആകാൻ പറ്റും. കാരണം രാവിലെ നമ്മൾ കിടക്കുന്ന സമയത്ത് ഒരു 8 മണിക്ക് 9 മണിക്കാണ് കിടക്കുന്നതെങ്കിൽ നേരെ വിളിക്കുന്നവർ 8 മണിക്കൂർ ഉണ്ടാവും. 8 മണിക്കൂർ ഇതെന്ത് ചെയ്യാണ്, റീഡിങ്. ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ ആളുകൾ 4000 വാച്ച് അവർ ആവാനുള്ള ശ്രമം നടത്തുന്നത്.
പക്ഷേ ഈ വാച്ച് അവറും ഈ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ട് നമ്മളെ കാണുന്നവർക്ക് മാത്രമേ നമുക്ക് പണമായിട്ട് ഗുണം ചെയ്യൂ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ പക്വത ഉള്ളവരാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതാണ് എൻ്റെ ഏറ്റവും വിഷയം. അവർ കണ്ട എന്ത് വിചാരിക്കും, ഇവർ കണ്ട എന്ത് വിചാരിക്കും, നമ്മൾ എങ്ങനെ സംബോധന ചെയ്യും, ഇതിങ്ങനെ കണ്ടാൽ വലിയ വിഷയമല്ലേ, നാണക്കേടല്ലേ എന്ന് വിചാരിക്കുന്ന മരണം വരെ ആ നാണക്കേടുമായിട്ട് കഴിഞ്ഞുകൂടും. ഈ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾക്ക് നമ്മളൊരു വിശ്വാസം, എന്തിനേയും അതിജീവിക്കാൻ സാധിക്കുമെന്നൊരു ധൈര്യം ഉണ്ടാവുക. ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ഇത് കഴിവില്ലാത്തവരൊന്നല്ല, അറിവില്ലാത്തവരും കഴിവില്ലാത്തവരും തൻ്റെടല്ലാത്തവരും ഇന്ന് ആരുമില്ല. പക്ഷേ ഇതെന്താ, മറ്റുള്ളവർ കാണുന്ന സമയത്തുള്ള ഒരു കുറവ്, ഒരു നാണക്കേട് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒതുങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് വേ പറയുന്ന സമയത്ത് ചില ആളുകൾ പാട്ടിനോട് ഇഷ്ടമുള്ളവരുണ്ടാവും, ചിലവരോട് കഥാപ്രസംഗം ഉണ്ടാവും, ചിലവർ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ടാവും, അങ്ങനെ ചിലർ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടവരുണ്ടാവും. അങ്ങനെ പല മേഖലയാണ് ഓരോരുത്തരുടെ കഴിവ്. അതിലിപ്പോൾ ഈ രാഷ്ട്രീയം, ഈ പ്രവാസി, ഈ ഒക്കെ പറയുന്നത് കുക്കിങ്, അതൊരു സാധാരണക്കാർക്ക് പിടിച്ചു കയറാൻ വലിയ പണിയാണ്. സാധാരണക്കാർക്ക് പിടിച്ചു വരാനുള്ള ഷോർട്ട് വേ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിവാദമായിട്ട് കത്തി നിൽക്കുന്ന വിഷയങ്ങൾ ഏതാണ് എന്നുള്ളത് യൂട്യൂബിൽ നിരീക്ഷിക്കാം. അങ്ങനെ ആ സമയത്ത് ആ വിഷയം എടുത്തുകൊണ്ട് നല്ല ക്യാപ്ഷനും നല്ല തംബ്ലൈനും കൊടുത്താൽ ഇടിച്ചു കയറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഇപ്പോൾ നിമിഷപ്രിയയുടെ വിഷയം അതൊരു വിവാദമായി കത്തി നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. റഹീമിൻ്റെ വധശിക്ഷയായിട്ട് ബന്ധപ്പെട്ട് കത്തി നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നീട് ഹജ്ജിന് വേണ്ടി ഒരാൾ നടന്നു പോയ അയാളുടെ പേരിന് മറന്നുപോയി. അയാളെ ഒരു വിഷയം കത്തി നിൽക്കുന്ന സമയമുണ്ട്. എല്ലാ യൂട്യൂബ് ചാനലും അത് തന്നെയായിരുന്നു. പിന്നെ മറ്റേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സഹായം നൽകുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, ആളുടെ പേര് മറന്നുപോയി. അങ്ങനെ വിവാദമായിരിക്കുന്ന വിഷയങ്ങൾ കത്തി നിൽക്കുന്ന സമയത്ത് അതിൽ നമ്മൾക്കിങ്ങനെ നോക്കിയാൽ യൂട്യൂബിൽ പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഇതെത്ര 100K, 1,00,000 ആൾക്കാർ, 1,50,000 ആൾക്കാർ, 2,00,000 ആൾക്കാർ, 50,000 ആൾക്കാർ, ഇത്ര ആൾക്കാരൊക്കെ കണ്ടിരിക്കുന്ന വീഡിയോകളുണ്ടാവും. ആ വീഡിയോ 4-5 എണ്ണം നമ്മൾ കാണാം. അതിൽ പ്രധാനമായിരിക്കുന്ന കണ്ടൻസുകൾ നമ്മൾ എഴുതിയെടുക്കുക, അത് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ അതിൽ പ്രധാനമായത് ഒരുപാടൊന്നും വെക്കുക. പ്രധാനമായത് നമ്മൾ ഈ വീഡിയോ ഫസ്റ്റിലൊക്കെ കിട്ടുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് കൂടി വന്നാൽ 3 മുതൽ 5 മിനിറ്റ് മേലോട്ടിട്ടരുത്. ആൾ കാണാൻ താല്പര്യം കാണിക്കൂല. അപ്പോൾ അത്രയും കണ്ടൻസുകൾ കൃത്യമായി എഴുതി വെച്ചിട്ട് നമ്മളതൊന്ന് പഠിക്കുക. നമ്മൾ തന്നെ സ്വയം തന്നെ ഒന്ന് പറഞ്ഞ് പഠിക്കുക. പറഞ്ഞതിൻ്റെ അതിനുശേഷം എന്ത് ചെയ്യുക, അത് വീഡിയോയിൽ ഇടുക. പിന്നെ എഡിറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യം അതിലും കൂടി നമുക്ക് ഇതിൽ പറയാൻ കഴിയില്ല. അങ്ങനെ എഡിറ്റിൻ്റെ വിഷയങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പിന്നെ അതിന് വളരെ പ്രധാനപ്പെട്ട തംബ്ലൈൻ നിങ്ങളെല്ലാം പരിശോധിക്കുക. പത്രത്തിലൊക്കെ വരുന്ന റിപ്പോർട്ടുകളാണെങ്കിലും ഓരോ ചാനലിൽ, അതുപോലെ 24 ആണെങ്കിലും ഏഷ്യാനെറ്റ് ആണെങ്കിലും ഈ മീഡിയ വൺ ആണെങ്കിലും കൈരളി ആണെങ്കിലും ഈ ചാനലുകളൊക്കെ വരുന്ന തംബ്ലൈൻ എഡിറ്റിംഗ് ഒക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഈ യൂട്യൂബേഴ്സ് ഉണ്ടാവല്ലോ, വ്ളോഗർമാർ, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ഇടപെടുന്നത് ഓല് കൊടുക്കുന്ന തംബ്ലൈനൊക്കെ ശ്രദ്ധിക്കുക. അതിൽ അത്യാവശ്യം തിളക്കമുള്ളത് നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് തംബ്ലൈൻ ഉണ്ടാക്കുക, ക്യാപ്ഷൻ ഉണ്ടാക്കുക. ആ വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഉറപ്പായിട്ടും അത് ഇടിച്ചു കയറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും വീഡിയോ ഏതെങ്കിലും തരത്തിലിട്ടിട്ട് കാര്യമല്ല. വർത്തമാനകാല സംഭവമായിട്ട് ബന്ധപ്പെട്ട് വിവാദം ഉണ്ടാകുന്നു. അപ്പോൾ അമ്മയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദവും കാര്യങ്ങളൊക്കെ നടന്നു. അതിലിപ്പോൾ ഈ സിദ്ദീഖൊക്കെ രാജിവെച്ചൊരു സംഭവം, അത് ഭയങ്കര തിളക്കമുള്ള സംഭവമാണ്. ഇപ്പോൾ കർണാടകയിൽ ഇപ്പോൾ ഈ ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ അവരെ അടക്കം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിവാദം നടക്കുന്നുണ്ട്. അത്ര രാഷ്ട്രീയമായിരിക്കുന്ന പേടിപ്പെടുത്തുന്ന വിവാദമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. സിമ്പിളായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വരും. ആ കാര്യങ്ങൾ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു വിവാദ സംഭവങ്ങൾ നമ്മുടെ വർത്തമാന കാലത്തുണ്ടാവും. ആ ഉണ്ടാവുന്നതിനോടനുബന്ധിച്ച് നമുക്കത് ഉപയോഗിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ചയായ രീതിയിൽ പിന്നെ അടുത്ത വീഡിയോയിൽ, ഇത് തന്നെ ഇപ്പോൾ 15 മിനിറ്റോളായി, അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ വിശദീകരണ കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ ഈ യൂട്യൂബ് ഉണ്ടാക്കാത്തവർ അർജൻറ്റായിട്ട് ഉണ്ടാക്കണം. തീർച്ചയായിട്ടും കയറും, ഒരു സംശയമില്ല. അതിനാരും നമ്മൾ ചില സമയത്തൊക്കെ ഈ ചില ആൾക്കാരുടെ യൂട്യൂബൊക്കെ കാണുന്ന സമയത്ത് ഈ ചെങ്ങായൊക്കെ ആണോ അടിച്ചു കയറുന്നത്, ഇവൻ്റെ ഇതിൽ കണ്ടൻസ് എന്താ ഉണ്ടെന്നൊക്കെ അത്ഭുതപ്പെടും. അപ്പോൾ അതിനൊക്കെ എന്ത് പറയുക, അതിന് അവർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട് തംബ്ലൈനും ക്യാപ്ഷനും കറക്റ്റാണോ, നല്ല തിളക്കമുള്ളതാണോ, ആ വീഡിയോ അടിച്ചു കയറുന്ന കാര്യം സംശയമില്ല. ഞാൻ 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് 1000 സബ്സ്ക്രൈബ് ആയത്. എനിക്ക് പിന്നെ
യൂട്യൂബ് ഉണ്ടാക്കി തന്നവൻ അവനിങ്ങനെ അടിച്ചു കയറിക്കൊണ്ടേയിരിക്കും. അവന് ഇങ്ങനെ മെഷീൻ വെച്ചിട്ടുള്ള ഒരു പരിപാടികളൊക്കെ ചെയ്യുന്ന ആളാണ്. മെഷീനിൽ ഭൂമിൻ്റെ അടിയിലുള്ള സ്വർണ്ണവും നിധിയൊക്കെ കണ്ടുപിടിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കക്ഷിയാണ്. അപ്പോൾ 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് തന്നെ എൻ്റെ 1000 ആയത്. അപ്പോഴത്തേനും അവൻ്റെ എനിക്ക് തോന്നുന്ന ഒരു 10,000 15,000 ഒക്കെ കാരണം എൻ്റെത് കയറിയതോട് കൂടി അവനൊക്കെ താഴെയായി. പിന്നെ എൻ്റെത് 50,000 55,000 60,000 അങ്ങനെയാണ് എൻ്റെ സബ്സ്ക്രൈബ് ഇടിച്ച് കയറുന്നത്. രണ്ടാമത് ഞാൻ ചാനൽ ഉണ്ടാക്കിയ സമയത്ത് 1 മാസം തികയുന്നതിന് മുമ്പ് 1000 സബ്സ്ക്രൈബ് കയറി. ഏകദേശം 1.5 മാസം തികയുന്നതിന് മുമ്പ് തന്നെ 28-30 ദിവസം ആയപ്പോഴത്തേക്ക് 4000 മണിക്കൂർ വാച്ച് അവറായി. പിന്നെ അതങ്ങനെ കയറിക്കൊണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുഖം ഈ യൂട്യൂബിൽ ഇങ്ങനെ ക്ലിയർ ആയിട്ട് എല്ലാ സമയത്തും ഉണ്ടാകുന്ന സമയത്ത് അതിനനുസരിച്ച് വലിയ കയറ്റം കിട്ടും. ഇതൊക്കെയാണ് സ്ഥിതികൾ. അപ്പോൾ ഇതിൻ്റെ തുറന്നുള്ള ബാക്കിയുള്ള വിഷയ കാര്യങ്ങളും പൈസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അത് എത്രത്തോളം കിട്ടുന്നുണ്ട്, എങ്ങനെ കിട്ടാൻ പറ്റും, എങ്ങനെയാണ് അതിൻ്റെ റൂട്ട്, ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. എനിക്കൊക്കെ മാസാന്തം പൈസ കിട്ടുന്നുണ്ട്. അതിൻ്റെ സംഖ്യയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നാം സംസാരിക്കാറുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ താഴെ മൊബൈൽ നമ്പർ തരുന്നുണ്ട്. എൻ്റെ മൊബൈൽ നമ്പറാണ് തരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ കാര്യത്തിൽ നിങ്ങൾ എല്ലാ തരത്തിലും സഹായിക്കാൻ തയ്യാറാണ്. എല്ലാവരും ഇതിന് സാമ്പത്തികം ഒരാൾ തരികയാണെങ്കിൽ നമ്മളിതിന് വാങ്ങാതിരിക്കണം. നമുക്കൊരു നഷ്ടവുമില്ല, മറ്റുള്ളതല്ലേ തരുന്നത്. അതുകൊണ്ട് ഇതിൽ തംബ്നെയിൽ ഉണ്ടാക്കുന്ന കാര്യത്തിലും ഈ ക്യാപ്ഷൻ ഉണ്ടാക്കുന്ന കാര്യത്തിലും മറ്റെന്തെങ്കിലും കാര്യങ്ങളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, നിങ്ങൾ താഴെ നമ്പറിൽ ബന്ധപ്പെട്ട് അതിൽ ചില സമയത്തൊക്കെ ബിസി ആണെങ്കിൽ നിങ്ങൾ അതിലെന്ത് ചെയ്താൽ മതി, വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്താണ്, എനിക്ക് ഇന്ന വിഷയത്തെക്കുറിച്ച് സംശയമുണ്ട്, ആ സംശയം നിവാരണം ചെയ്ത് തരണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് എൻ്റെ ഒഴിവുള്ള സമയം നോക്കിയിട്ട് ഞാൻ ആ കാര്യങ്ങൾ ക്ലിയർ ആക്കി തരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി.